ഇത് ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ കക്കാർപേട്ട ചെക്ക് പോസ്റ്റിനടുത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ഒരു കാറാണ്. പൂനെ രജിസ്ട്രേഷൻ. താൻ താമസിക്കുന്ന പൂനെയിൽ അപ്പാർട്ട്മെന്റിൽ തിരക്കിയപ്പോൾ തനിക്ക് ഇതേ മോഡലൊരു മാരുതി ഓമ്നി ഉണ്ടെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. പക്ഷേ ഇത് എൻ്റെ വണ്ടിയല്ല സാറേ. ഇതും വണ്ടി തന്നെ ഉം വണ്ടി എങ്കെ? അയ്യോ, അത് ഞാൻ 3-4 മാസം മുമ്പ് വിറ്റു. ദേവരാജ്, 15 വർഷമായി ഞാൻ സർവീസിൽ കയറിയിട്ട്. ഫിനാൻഷ്യൽ ക്രൈം ഡിവിഷനിലായിട്ട് തന്നെ 10 വർഷമായി. ഇതുവരെ ഞാൻ അന്വേഷിച്ച ഒരു കേസും തെളിയിക്കാതിരുന്നിട്ടില്ല. ഇത്രയും നാളിനിടയ്ക്ക് എന്നെ പറ്റിച്ച ഒരേ ഒരാൾ തൻ്റെ കൂട്ടുകാരൻ വിഷ്ണുവാണ്. 1989 നടന്ന ക്രൈമിനെക്കുറിച്ചും ഭട്ടിനെക്കുറിച്ചും അയാളുടെ കയ്യിലെ സ്വർണത്തെക്കുറിച്ചും വിഷ്ണു ഒന്ന് എന്നോട് പറഞ്ഞു. ആ പറ. സാർ ഒരാളെ റെയ്ഡ് ചെയ്യണം. ഇപ്പം തന്നെ പോകണോ അതോ കഴിച്ചു കഴിഞ്ഞിട്ട് മതിയോ? സാർ കളിയാക്കിയതാണ്. ഡോ, താൻ ഞങ്ങളുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? വെറുതെ സമയം കളയാനായിട്ട്. ചെല്ല. സോറി സാർ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എനിക്ക് പറയാനുള്ളത് മുഴുവൻ സാറ് കേട്ട് കഴിഞ്ഞാൽ സാർ ഉറപ്പായി അയാളെ റെയ്ഡ് ചെയ്യും. സാർ ഈ ഭക്ഷണം കഴിച്ച് കഴിയുന്ന സമയമെങ്കിലും എനിക്ക് തരാം. ശരി, താൻ പറ. തനിക്കിതൊക്കെ എങ്ങനെ അറിയാം? അന്ന് മൂസയുടെ അവിടെ മരിച്ച സുകുമാരൻ എൻ്റെ അച്ഛനാണ് സാർ. എൻ്റെ അച്ഛനെ കൊലക്ക് കൊടുത്തിട്ട് അയാൾ ഇന്നും സുഖമായി ജീവിക്കുന്നു. ഒരു നിയമം അയാളെ തൊടുന്നില്ല. ഇത്രയും നാൾ ഇതൊന്നും പറയാതെ പിന്നെ ഇപ്പം ഇത് വന്ന് പറയാനുള്ള കാര്യം എന്താ? സാർ, ഇപ്പം അയാൾ താമസിക്കുന്ന നാട്ടിലെ ബാങ്കിലാണ് എനിക്ക് ജോലി. അന്ന് മുങ്ങിയ ബട്ടനെ പിന്നീട് ഇവിടെ വെച്ചാണ് ഞാൻ കാണുന്നത്. വേറൊരു ഐഡൻറ്റിറ്റി, പലിശ ഇടപാട്, കൃഷിയൊക്കെയായി അയാൾ ലിക്വിഡ് ഫണ്ട് വെച്ചാണ് സാർ അയാളുടെ എല്ലാ പരിപാടികളും. ഇവിടെ ഇത്രയും സ്വർണ്ണമൊക്കെ കയ്യിലുള്ള ഒരാൾ കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കേണ്ട കാര്യമുണ്ടോ? ചിലപ്പോൾ തനിക്ക് ആൾ മാറിയത് അവനും വഴിയില്ലേ? അല്ല സാർ, എനിക്ക് ഉറപ്പുണ്ട് അയാളുടെ കയ്യിൽ ഇപ്പോഴും ആ സ്വർണ്ണമുണ്ട്. സാറിനത് ബോധ്യപ്പെട്ടാൽ മാത്രം സാർ അയാളെ റെഡി ചെയ്താൽ മതി. പിന്നെ സാറിനത് പറ്റിയില്ലെങ്കിൽ ദയവ് ചെയ്ത് ഇത് പുറത്ത് പറയരുത്. ജീവന് കൊതികളുണ്ട് സാർ. തൻ്റെ അച്ഛനെ ഭട്ട് ചതിച്ചു കൊന്നതാണെന്ന് നുണ വിശ്വസിപ്പിച്ച് അയാളെ റെയ്ഡ് ചെയ്യിപ്പിക്കാനാണ് വിഷ്ണു അന്ന് എൻ്റെ അടുത്ത്. 1989 മൂസയുടെ അടുത്ത് നഷ്ടപ്പെട്ട സ്വർണ്ണം എവിടെയാണെന്ന് അതുവരെ ഡിപ്പാർട്ട്മെന്റിൽ ആർക്കും അറിയില്ലായിരുന്നു. എല്ലാം തീർത്തോ അയാൾ? ഇല്ലേ, അക്കൗണ്ട്സ് നോടി കൊടുത്തിരുന്ന. ഇത് 3 ലക്ഷം ഷെൽഫിൽ വെക്കേ. ഓ, നമസ്കാരം. രാഘവേന്ദ്ര ഭട്ടല്ലേ? നീ അകത്തു പോ. ഞാൻ പാർത്ഥസാരഥി, ഇൻകം ടാക്സ് ചെയ്ത. ഞങ്ങൾക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. റൈഡാ? എന്തിന്? നിങ്ങളുടെ ഈ പണമിടപാടുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കംപ്ലൈൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് ക്ലിയർ ചെയ്യണം. പറ്റില്ല. വാറണ്ട് ഉണ്ടല്ലോ ഭട്ടേ, അപ്പൊ പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. സാർ, അത്ര എളുപ്പത്തിൽ അവിടുന്ന് സ്വർണം കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ അയാളുടെ കയ്യിൽ സ്വർണം ഉണ്ടെന്ന് ഉറപ്പിക്കാൻ എന്തെങ്കിലും ഒരു തെളിവ്, അതിനുവേണ്ടിയാണ് ഞാൻ തിരഞ്ഞത്. സാർ. ഏയ് ഓടാ. ഓക്കെ സാർ. ಈ ಪಲಹಾರ ಅಲ್ಲಿ ಕೊಡಿ. ನೀವು ಅಲ್ಲಿ ಹೋಗಿ.
എവിടുന്ന ഈ പണം? അറിയില്ല, അക്കൗണ്ട് നോക്കണം. എനിക്ക് വേണം ഇപ്പം നിങ്ങൾ അറസ്റ്റ് ചെയ്യാം, പക്ഷെ ഞാൻ ചെയ്യുന്നില്ല. ഒരാഴ്ച സമയം തരും. അതിനുള്ളിൽ ഇതിൻ്റെ സോഴ്സ് എന്താണെന്ന് വെച്ചാൽ അത് കാണിക്കണം. ഈ പണം കളഞ്ഞു പോയിന്ന് ഞാൻ കരുതിക്കോളാം. താൻ എടുത്തോ. അങ്ങനെ അങ്ങ് നിസ്സാരമായിട്ട് കാണല്ലേ പറ്റേ. ഈ നിപ്പ് അങ്ങ് ജയിലിൽ പോയി നിൽക്കേണ്ടി വരും. ബോംബെയിലായിരുന്നല്ലേ? അല്ല, വരുന്ന വഴിക്ക് ആരോ പറഞ്ഞു കേട്ടോ. ഒരാഴ്ച കേട്ടല്ലോ. ആ റെയ്ഡ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നഷ്ടപ്പെട്ട പണത്തിനേക്കാൾ അയാൾ മറ്റെന്തിനെയോ ഭയക്കുന്നുവെന്ന്. സാറേ, റെയ്ഡൊക്കെ കഴിഞ്ഞു. എന്നിട്ട് പക്ഷെ സ്വർണം ഒന്നും കിട്ടിയതായിട്ട് ആരും പറഞ്ഞു കേട്ടില്ല. ആ പ്രതീക്ഷയും പോയി. നമ്മളാണോ ഒറ്റിയെന്ന് വട്ടറിയോ? ഇൻഫോമറെ കുറിച്ച് ഇൻകം ടാക്സ് പുറത്ത് പറയില്ല. ആ മാനേജർ ബട്ട് വിളിക്കുന്നു വീട്ടിലേക്ക്. വരി. പട്ടിന് ഇവരെ നേരത്തെ അറിയാലോ അല്ലേ? ഈ നാട്ടിൽ വന്ന് എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാത്ത ആരുമില്ല. എടോ, ഡെപ്പോസിറ്റ് പിടിക്കാൻ പറഞ്ഞ പലിശയ്ക്ക് പൈസ വാങ്ങിയാണ് ഡെപ്പോസിറ്റ് ഇടുന്നത്. ഹെഡ് ഓഫീസിൽ വിളിച്ച് പറഞ്ഞോണ്ടല്ലോ, 2 എണ്ണത്തിൻ്റെയും ജോലി ഇറക്കി. പോട്ടടോ പാവങ്ങള്. ലുക്ക്, സാറിന് ഇമ്മീഡിയറ്റ് ലോൺ വേണം. ലോൺ എമൗണ്ടും അപ്രൂവൽ ഡേറ്റും സോണൽ ഓഫീസിൽ നിന്ന് ഷുമാർ വിളിച്ച് പറയും. പെട്ടെന്ന് വേണം, ലേറ്റ് ആക്കരുത്. ശരി. രാഘവ, ഓ ആ. വിഷ്ണു സർ, ഇയാൾക്ക് ഇത്ര കാശുണ്ടായിട്ട് പിന്നെന്തിനാണ് നമ്മുടെ ബാങ്ക് ലോൺ? സർ, ഇൻകം ടാക്സ് പിടിച്ചെടുത്ത പൈസക്ക് രേഖ ഉണ്ടാക്കാൻ. അതിന് നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെന്റ് ഫേക്ക് ആയിരിക്കുമല്ലോ. അത് വെരിഫൈ ചെയ്ത് വരുമ്പോൾ എന്തായാലും 1 മാസം, അപ്പോഴത്തേക്കെല്ലാം കഴിയും. ചേട്ടാ, ബേടകം 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 ബേടകം. എന്താ പറ്റിയത്? നീ എന്തിനാ എന്നെ കാണുമ്പോ ഒഴിഞ്ഞു മാറി പോകുന്നേ? എനിക്ക് കൊടുത്ത ബാങ്കിൽ ജോലി കിട്ടി. അപ്പോയിന്റ്മെന്റ് ഓർഡർ. പത്മ പോ. എനിക്കറിയണോ എന്താ നിന്റെ പ്രശ്നമെന്ന്. പത്മ, എന്നോട് അടുക്കാതിരിക്കുന്ന പത്മയ്ക്ക് നല്ലത്. അതെന്താന്ന് എനിക്കറിയണ്ടേ. പത്മ വിചാരിക്കുന്ന പോലെ ഒരാളല്ല ഞാൻ. ആരുമില്ലാതിരുന്ന് എന്നെ എടുത്തു വളർത്തിയത് ഗോവിന്ദൻ എന്നൊരാളാണ്. എന്നെ സ്വന്തം മകനെ പോലെ അവർ നോക്കി. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരാൻ ചേച്ചി ഉണ്ടായിരുന്നു. അച്ഛൻ്റെ ഭരണശേഷം ചേച്ചിയുടെ ഭർത്താവ് എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. പിന്നീട് പലയിടത്തും ജോലി അന്വേഷിച്ച് നടന്നു. ഒടുവിൽ ചെയ്യാൻ പാടില്ലാത്ത പലതും ചെയ്തു. അത് പഴയ കാര്യല്ലേ. ഇപ്പൊ വിഷ്ണു തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ. എന്തു വന്നാലും ഞാൻ കൂടെയുണ്ട്. അല്ല പത്മ, ഞാൻ ഇപ്പോഴും ചെയ്യുന്ന തെറ്റ് തന്നെയാണ്. അത് തന്നോട് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല.
എനിക്ക് തന്നെ ചതിക്കാനാണ്.